നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രൊഫസർ ഞാറമൂടാണ്. നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അടിപൊളി ഒരു വില്ല പ്രൊജക്റ്റിനകത്ത് വരുന്ന ഒരു 1800 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ള വീടാണ്. നമ്മുടെ ഈ വില്ല ഹൈവേയിൽ നിന്ന്, അതായത് ചന്തവിള ഹൈവേയിൽ നിന്ന് 400 മീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊരു പ്രീമിയം ലൊക്കേഷനിലാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ചുറ്റിലുമുള്ള ഏരിയകളെല്ലാം ഹൈ പ്രീമിയം ക്വാളിറ്റിയിലുള്ള വില്ലകളാണ്. അതിൽ കുറച്ചധികം വില്ലകളെല്ലാം ഇവിടെ സെയിലായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ വില്ല എന്ന് പറയുന്നത് 1800 സ്ക്വയർ ഫീറ്റ് അടങ്ങിയതാണ്. അതുപോലെ തന്നെ 4.2 സെൻറ്റിലാണ് നമ്മുടെ ഈ വില്ല പണിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ബാക്കി 8-10 പ്ലോട്ട് വീടുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അതിൽ കുറേ വീടുകളെല്ലാം സെയിലായി കഴിഞ്ഞു. ഈ ഒരു വീട് മാത്രമാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഈ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന വേറൊരു ഇവിടെ നമുക്കൊരു വീടിൻ്റെ പണി കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയൊരു പ്രൊജക്റ്റിൻ്റെ. നമുക്ക് ഈ വില്ലയുടെ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സ്ലൈഡിങ്ങോട് കൂടിയുള്ള ഒരു ഗേറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാർ പാർക്കിംഗ് ഏരിയ വന്നു കഴിഞ്ഞാൽ ഒരു 2 വലിയ വണ്ടികൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ചെറിയ വണ്ടിക്ക് കൂടി ഈ ഭാഗത്തായിട്ട് പാർക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ആക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും പൈപ്പ് കണക്ഷൻ ഉണ്ട്. അതായത് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ പൈപ്പ് കണക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് കൂടാതെ നമുക്ക് വെൽ വാട്ടർ ഉണ്ട്. വെൽ വാട്ടറും നമുക്ക് ഈ ഭാഗത്ത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ഈ വീടിന്. നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് പ്ലാവിൽ തീർത്ത അതിമനോഹരമായ ഡബിൾ ഡോറോട് കൂടിയുള്ള ഒരു ഡോറാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സിറ്റ് ഔട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാൾ ഭിത്തിയൊക്കെ എല്ലാം നല്ലൊരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ എല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഹാളിലേക്ക് വരുമ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2x4 വെർട്ടിഫൈഡ് ടൈൽസ് ആണ്. അതുപോലെ ഇവിടുത്തെ ഫോൾ സീലിംഗ് എല്ലാം നല്ല ഇൻറ്റീരിയറിലും കാര്യത്തിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ TV യൂണിറ്റ് വരുന്നുണ്ട്. നല്ല ഡിസൈനിലുള്ള ഒരു TV യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ഒരു ലിവിങ് സ്പേസ് ആണിത്. ഇവിടെ ഒരു ഗ്ലാസ് മെറ്റീരിയൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വിൻഡോയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ സ്ലൈഡിങ് ആണ്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ഗ്ലാസ് ആണ്. ഈ ഭാഗത്ത് നിന്ന് നമുക്കിങ്ങനെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ എല്ലാം നീക്കം ചെയ്യാം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഗ്ലാസ് ഇവിടെ നിന്ന് സ്ലൈഡ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു ഓപ്പണിംഗ് ആണ് ഈ ഭാഗത്ത് ഉള്ളത്. വളരെ ഭംഗിയിലുള്ള ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഈ വിൻഡോയ്ക്ക് മുകൾ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇൻറ്റീരിയറും ഈ ഭാഗത്ത് മുകൾ ഭാഗത്ത് നല്ല ഡിസൈനിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹാളിൻ്റെ സൈഡിൽ വരുമ്പോൾ ഇവിടെ ഒരു വാഷ് സ്പേസ് വരുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്ക് മിറർ വരുന്നുണ്ട്. ഒരു ടച്ച് ഒരു മിററാണ്. അതായത് ഇങ്ങനെ
ടച്ച് ചെയ്ത് നമുക്ക് കളറിലൊക്കെ നല്ല രീതിയിൽ വരുന്ന ഒരു മിറർ പോയിന്റ് തന്നെയാണ് ഈ ഭാഗത്ത് ഉള്ളത്. ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ളൊരു ഓപ്പൺ കിച്ചണാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെ നമുക്ക് ഈ കിച്ചൺ ഭാഗത്ത് കാണാൻ കഴിയുന്നു. ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ എല്ലാം നല്ല ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഒരു തൊട്ടടുത്തൊരു വർക്ക് ഏരിയ, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടൊരു വർക്ക് ഏരിയ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാനായിട്ട് കഴിയുന്നു. നമുക്കൊരു നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ മുകൾ ഭാഗത്തൊക്കെ എല്ലാം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ചിമ്മിനി വരുന്നുണ്ട്. ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണിത്. നമ്മുടെ ഈ ബെഡ്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത് 2x4 വെർട്ടിഫൈഡ് ടൈൽസാണ്. അതുപോലെ നമുക്ക് ഈ ഭാഗത്ത് നല്ല ഡിസൈനിലുള്ള ഒരു വാൾ പിക്ചറാണ് കാണാൻ കഴിയുന്നത്. വളരെ ബ്യൂട്ടി ആയിട്ടുള്ളൊരു പിക്ചർ കാര്യങ്ങളൊക്കെ എല്ലാം ഈ റൂമിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഗ്ലാസ് വിൻഡോ ഡിസൈനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ വാൾ സീലിംഗ് ഒക്കെ എല്ലാം ഡിസൈനും കാര്യത്തിലുമാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കേസ് നല്ല അലമാര വരുന്നുണ്ട്. അതായത് നല്ല ഒരു 3 ഡോറ് ഉള്ള ഒരു അലമാര ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണുന്നു. ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറയുടെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെയാണ്. നമ്മുടെ ഈ വീട് എന്ന് പറയുന്നത് 1800 സ്ക്വയർ ഫീറ്റ് അടങ്ങിയതാണ്. അതുപോലെ തന്നെ 4.2 സെൻറ്റിലാണ് നമ്മുടെ ഈ വീട് വരുന്നത്. ഈ വീട്ടിൽ ഒരു ഹാള്, ഒരു ഓപ്പൺ കിച്ചൺ, ഒരു സിറ്റ് ഔട്ട്, 3 ബെഡ്റൂമാണ് വരുന്നത്. 2 ബെഡ്റൂം മുകളിലും 1 ബെഡ്റൂം താഴെയുമാണ് വരുന്നത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് റെഡ് ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല ആ രീതിക്കുള്ളൊരു ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ വീടിന് വരുന്നു. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഹാള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാളിൽ പാർട്ടീഷൻ ചെയ്തുകൊണ്ടൊരു വാൾ ഈ ഭാഗത്ത് വരുന്നു. അതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ബ്യൂട്ടിയിലുള്ള ഒരു സീനറിയാണ് കാണാനായിട്ട് കഴിയുന്നത്. വാൾ ഭിത്തികളൊക്കെ എല്ലാം നല്ല ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഷാൻഡിയർ ലൈറ്റ് കാര്യങ്ങളെല്ലാം കാണാനായിട്ട് കഴിയും. അതുപോലെ നമുക്ക് ഈ ഫോൾ സീലിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ള ആദ്യത്തെ ബെഡ്റൂമാണിത്. 12-13 ഒരു വലിയൊരു ബെഡ്റൂം തന്നെ ഇവിടെ ഉണ്ട്.
വോൾ ഭിത്തിയൊക്കെ എല്ലാം നല്ല ഡിസൈനിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതും സെറയുടെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ബാത്റൂമിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇവിടെ എല്ലാം സ്ലൈഡിങ് വിൻഡോയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഈ ഭാഗത്തെല്ലാം കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നീക്കാനായിട്ട് കഴിയും. വളരെ ബ്യൂട്ടിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ സ്ലൈഡിങ് വിൻഡോ. സ്ലൈഡിങ് വിൻഡോയിൽ നിന്ന് നമുക്ക് താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല ഒരു സീനറി, ഒരു പച്ചപ്പോട് കൂടിയുള്ളൊരു സീനറി കാണാനായിട്ട് കഴിയുന്നു. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതും 2x4 വെർട്ടിഫൈഡ് ടൈൽസ് തന്നെയാണ്. ഇവിടെയും വാൾ ഭിത്തി നല്ല ഡിസൈനിലുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു പിക്ചറാണ് ഈ ഭാഗത്തെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നല്ല രീതിയിലുള്ള ഡിസൈനിലുള്ള പിക്ചറാണ് ഈ വാൾ ഭിത്തിയിലെല്ലാം വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഇന്ത്യൻ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ഡിസൈനിൽ ചെയ്തിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഡിസൈനാണ് ഈ ഭാഗത്തെല്ലാം വരുന്നത്. ഇവിടെ വരുമ്പോൾ ഒരു അലമാര നമുക്ക് ഈ റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് വുഡിൽ തീർത്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു അലമാര ഈ ഭാഗത്ത് വരുന്നു. ഈ റൂമിനോട് ചേർന്ന് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സെറയുടെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് ഇവിടെ ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നല്ലൊരു ഏരിയ തന്നെയാണ്. ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള വില്ല പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള വീട് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് മുകൾ ഭാഗത്തെ ഈ ബാൽക്കണി സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ഈ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, അതുപോലെ ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.